السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ 37ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. 36 യൂണിറ്റുകളിലൂടെ നാം ഖുർആനിലെ 61% പദങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഒരു പേജ് എടുത്താൽ അതിലെ 79 പദങ്ങൾ നിങ്ങൾ പഠിച്ചവയായിരിക്കും. ആകെയുള്ള 77,500 പദങ്ങളിൽ 47,800 പദങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ളുഹായിലാണ് നമുക്ക് തുടങ്ങേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى. ഇതില് എല്ലാ ആയത്തുകളുടെയും അവസാനം 2 ഹർക്കത്ത് മാത്രം ദീർഘിപ്പിച്ചാണ് നിർത്തേണ്ടത്. വദ്ദുഹ, അതേപോലെ വമാ ഖല, മിനൽ ഊല, ഫതർദ, ഫആവ, ഇവയെല്ലാം തന്നെ 2 ഹർക്കത്ത് മാത്രമേ ദീർഘിപ്പിക്കാവൂ. അതേസമയം ചേർത്ത് ഓതുന്ന സന്ദർഭങ്ങളിൽ ചേർത്തോതുകയാണെങ്കിൽ വദ്ദുഹായിൽ അവിടെ ചേർത്തോതുമ്പോൾ വ്യത്യാസമില്ല, ഇസാ സജായിലും വ്യത്യാസമില്ല, വമാ ഖലായ് വൽ ഊല മിനൽ ഊലായിലും വ്യത്യാസമില്ല, ഫആവ അവിടെയിലും വ്യത്യാസമില്ല. അതേസമയം വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ കഴിഞ്ഞിട്ട് അലം യജിദ്ക ചേർത്തോതുകയാണെങ്കിൽ وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْكَ يَتِيمًا فَآوَى. തർദ കഴിഞ്ഞിട്ട് ഹംസ് വരുന്നത് കൊണ്ട് ചേർത്തോതുമ്പോൾ അവിടെ 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിച്ച് ഓതണം. അതുകൊണ്ട് ഇവിടെ ഒരു അടയാളം കിടക്കുന്നുണ്ടല്ലേ, ഈ അടയാളം 5ന്റെ മുമ്പ് ഉള്ള തർദയുടെ അലിഫിന്റെ മുകളിലുള്ള അടയാളം, ആ അടയാളം അധികം ദീർഘിപ്പിക്കാനുള്ളത് എപ്പോഴാണ്? അടുത്ത ആയത്ത് ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുകളിൽ കിടക്കുന്ന ഈ അധിക ദീർഘത്തിന്റെ അടയാളം എവിടെ കണ്ടാലും അങ്ങ് ചാടിക്കയറി ദീർഘിപ്പിച്ചളയരുത്. ആയത്തിന്റെ ഒടുവിൽ അല്ലെങ്കിൽ നിർത്തുന്ന അടയാളത്തിന്റെ ഭാഗത്തൊക്കെ കണ്ടാൽ ആ നിർത്തുണ്ടെങ്കിൽ അമിത ദീർഘമില്ല, അധിക ദീർഘമില്ല. നിർത്തിയില്ലെങ്കിലാണ് അധിക ദീർഘം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് തജ്വീദിൽ ശ്രദ്ധിക്കാനുള്ളത്. മറ്റൊരു കാര്യം തജ്വീദിൽ ശ്രദ്ധിക്കാനുള്ളത്, വലൽ ആഖിറത്തു എന്നിടത്ത് ആ ദീർഘിപ്പിക്കണമെന്ന് എങ്ങനെ മനസ്സിലായി? വലൽ ആഖിറത്തുവിൻ്റെ ലാ കഴിഞ്ഞിട്ട് ഇൽ, ലാമിൻ്റെ മുകളിലാണ് സുക്കൂൻ കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹംസ് ഉണ്ട്. ആ ഹംസ് കഴിഞ്ഞിട്ടാണ് അലിഫ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹംസിനെ ദീർഘിപ്പിക്കാനാണ് അലിഫ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഹംസ് ദീർഘിപ്പിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? ഹംസ് കഴിഞ്ഞിട്ടായിരിക്കും അലിഫ് ഉണ്ടാകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഖൈറുല്ലക എന്നിടത്ത് ഖൈറുൻ്റെ ഇൻ പറയാൻ പാടില്ല. ഒരു ലമ്മ് പറയണം. ഖൈറു പിന്നീട് ലക ഷദ്ദ് പറയണം. ഖൈറുല്ലക മിനൽ ഊല.
അതേപോലെ യതീമൻ ഫആവ മറച്ച് മണിക്കണം. തെൻവീനിനെ യതീമൻ എന്ന് പറയുന്നിടത്ത് നാക്ക് തൊടാൻ പാടില്ല. ഷായുടെ അടുത്തേക്ക് പോകണം. യതീമൻ ഫആവ, യതീമൻ ഫആവ. ഇതാണ് മറ്റൊരു സംഗതി. അതേപോലെ അലം യജിദ്ക, യജിദ്ക, യജിദ്ക ദാലിന് സുക്കുൻ വരുമ്പോൾ പൊട്ടിച്ചു വരണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവ. ഇനി നമ്മൾ പഠിച്ച ഏതൊക്കെ പദങ്ങളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. വായിച്ചു നോക്കിയിട്ട് പറയണം എത്ര പദങ്ങൾ നിങ്ങൾ പഠിച്ചവയുണ്ട്, എത്ര പദങ്ങൾ നിങ്ങൾക്കറിയുന്നവയുണ്ട്. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം. ഓക്കെ, പറയാം. മൈക്ക് ഓൺ ചെയ്യുന്ന അറിയാമല്ലോ. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം നിങ്ങൾ പഠിച്ച എത്ര പദങ്ങളുണ്ട്. എത്ര എണ്ണമുണ്ട്? കേൾക്കുന്നില്ല? 15. മാഷാ അല്ലാഹ്, 15. അടുത്തയാള് 15 വാക്ക്. അൻസാരി 15 വാക്ക് അറിയാമെന്ന് പറഞ്ഞു. അടുത്തയാള് ബാദുഷ പറഞ്ഞോ? മൈക്ക് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തോ? 14 പറഞ്ഞത് ആരാണ്? മുസ്തഫ. ഓക്കെ, മുസ്തഫ 14. മാഷാ അല്ലാഹ്. അടുത്തയാള് 14 ആളിനെ മനസ്സിലായില്ല. ബാദുഷ 14. മാഷാ അല്ലാഹ്. അടുത്തയാള് ആരാണ്? സുൽഫിക്കർ 14. ഓക്കെ, അടുത്തയാള് സുൽഫിക്കറും ബാദുഷയും ഒരേ ലാപ്ടോപ്പിലാണ് ഇരിക്കുന്നത് തോന്നുന്നു, സ്വരം കേട്ടിട്ട്. ആണോ? ഒരേ മൊബൈലിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം സുൽഫിക്കറിന്റെ പേരിവിടെ കാണിക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇതിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് മറ്റേതിൻ്റെ അത്ര ബ്രോഡ്ബാൻഡ് ഇത് വേണ്ട, അതിൻ്റെ അത്ര ബാൻഡ് വിത്ത് വേണ്ട. ഇത് കുറച്ചുകൂടെ കട്ടി കുറവാണ് സൂം, അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ശരി, എന്തായിരുന്നാലും 14 മുതൽ 15 വരെ വാക്കുകൾ അറിയാം എന്നാണ്
മനസ്സിലായത്? ഇപ്പൊ 14 വാക്കാണെങ്കിൽ നമുക്ക് നോക്കാം. 14 വാക്കാണെങ്കിൽ 63% നിങ്ങൾക്കറിയാം എന്നാണ് അർത്ഥം. നമ്മൾ പറഞ്ഞത് 61% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെന്നാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് 14 വാക്കാണ്. 14 വാക്കെങ്കിൽ 63%. 13 കൂട്ടിയാലും 59% ആവും. 14 വാക്കുണ്ടെങ്കിൽ 61% ആവും. ശരി, നമുക്ക് നോക്കാം. ലൈൽ നാം പഠിച്ചു, ഇതാ പഠിച്ചു, മാ പഠിച്ചു. ഏതായാലും 14 കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനിത് അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഇവിടെ ഞാൻ കൗണ്ട് ചെയ്തിരിക്കുന്നത് 13 ടോട്ടൽ കൗണ്ട് ചെയ്തിരിക്കുന്നത് 13. നിങ്ങൾക്ക് എന്തായാലും അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. ഞാൻ പറയുന്ന കൃത്യം ഞാൻ പഠിപ്പിച്ച വാക്കുകളാണ്. ഇനി അപ്പോൾ ലുഹ നിങ്ങൾ കൂട്ടിക്കാണും. ലുഹ കൂട്ടുമ്പോൾ 14 കിട്ടും. ലുഹ എല്ലാവർക്കും അറിയുന്നതാണ്. ലുഹ നമസ്കാരം എന്ന് പറയാം. ലുഹ എന്ന് പറയുമ്പോൾ ലുഹ നമസ്കാരത്തിൻ്റെ സമയമാണ് ലുഹ. പിന്നീട് മഞ്ഞ അടയാളപ്പെടുത്തിയിരിക്കുന്ന വേറൊരു വാക്ക് ആഖിറത്താണ്. ആഖിറത്ത് എല്ലാവർക്കും അറിയാം, അതും നിങ്ങൾ കൂട്ടിക്കാണും. ആഖിറത്ത് പരലോകം. പരലോകം എന്ന നിലയ്ക്കാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ അതിൻ്റെ വിശദീകരണം വരും, ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പറയാം. പിന്നെ ഒരു വാക്ക് നിങ്ങൾ നോട്ട് ചെയ്തോ എന്ന് എനിക്കറിയില്ല. അത് തർദ എന്നതാണ്. തർദ. റളിയ എന്ന വാക്ക് നാം പഠിച്ചിട്ടുണ്ട് ക്രിയകളിൽ. റളിയ അതിവിടെ മഞ്ഞ അടയാളപ്പെടുത്താൻ കാരണം അന്ന് സിലബസിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല റളിയ. അപ്പോൾ റളിയ ഇതിനൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. റളിയ അവൻ തൃപ്തിപ്പെട്ടു. തർദ നീ തൃപ്തിപ്പെടുന്നു, അല്ലെങ്കിൽ നീ തൃപ്തിപ്പെടും. അപ്പൊ ഇവിടെ 13ന്റെ കൂടെ ഈ 3 വാക്കുകൂടെ ചേർത്താൽ ലുഹ, ആഖിറത്ത്, സജ അല്ല ലുഹ, ആഖിറത്ത്, തർദ കൂടെ കൂട്ടിയാൽ 16 വാക്ക് വരും. 16 ആണെങ്കിൽ 72% നമ്മൾ പഠിച്ചതായിട്ട് വരും. പിന്നെയും നമ്മൾ പഠിച്ച വാക്കുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. ആ നിലയ്ക്ക് ഒരു അർത്ഥം ഒന്നുകൂടെ നോക്കുക. ചില വാക്കുകൾ ഇപ്പം ആഖിറത്ത് നമുക്ക് മനസ്സിലായല്ലോ. ലുഹ എന്ന് പറഞ്ഞപ്പോൾ ലുഹ സമയം തന്നെയാണ്. പക്ഷെ ആഖിറത്ത് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കാനുണ്ട്. അതായത് ആഖിറത്ത് പരലോകം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ദുനിയാവ് ഈ ലോകമാണ് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പരിചിതമായ ലോകം. വേറെ ഒരു ലോകമുണ്ട്, അല്ലെങ്കിൽ അവസാനത്തെ ഒരു ലോകമുണ്ട്. അതെന്താണ്? അതാണ് ആഖിറത്ത്. അപ്പൊ ആഖിറത്ത് എന്ന് പറഞ്ഞാൽ അവസാനത്തെ എന്നർത്ഥം. ആഖിറത്ത് അവസാനത്തേത്. ആഖിറത്ത് അവസാനത്തേത്. ആഖിറത്ത് അവസാനത്തേത്. അതിൻ്റെ താ വേണമെങ്കിൽ ഒഴിവാക്കാം. ആഖിറത്തിന്റെ താ ഒഴിവാക്കാം. താ ഒഴിവാക്കിയാൽ എന്ത് വരും? ആഖിറുൻ എന്ന് വരും. ആഖിറുൻ എന്ന് പറഞ്ഞാൽ അവസാനത്തേത്. നമ്മളെ ഹയാത്തുൽ ആഖിറ എന്ന അർത്ഥത്തിലാണ് അവസാനത്തെ ജീവിതം എന്ന അർത്ഥത്തിലാണ് ഈ ആഖിറത്ത് താ വരുന്നത്, സ്ത്രീലിംഗമായത്. അപ്പോൾ ആഖിറിന് സ്ത്രീലിംഗം ആണെങ്കിൽ ആഖിറത്ത്, അല്ലെങ്കിൽ ആഖിർ എന്ന് മാത്രം പറഞ്ഞാൽ പുല്ലിംഗം. അപ്പോൾ ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേതാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ആർക്കറിയാം? ആഖിർ അവസാനത്തേത്, അതിൻ്റെ ഓപ്പോസിറ്റ് അവ്വൽ. മാഷാ അല്ലാഹ്, ഒരുപാട് പേര് വരുന്നുണ്ട്. അവ്വൽ ആദ്യത്തേത്. അപ്പൊ ആഖിർ അവസാനത്തേത്, അവ്വൽ ആദ്യത്തേത്. ഈ ആഖിറിനെ സ്ത്രീലിംഗമാക്കിയപ്പോൾ ആഖിറത്ത് എന്ന് പറഞ്ഞു. അവ്വലിനെ സ്ത്രീലിംഗമാക്കിയാൽ എന്ത് പറയും? അവ്വലിനെ സ്ത്രീലിംഗമാക്കിയാൽ ഊല എന്നാണ് പറയുക. അവ്വലത്തെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചില വാക്കുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ. താ ചേർത്താൽ സ്ത്രീലിംഗമാവില്ല. അപ്പം അത് ഇതേപോലെ ഊല പോലുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ? അവ്വൽ ഓപ്പോസിറ്റ് ആഹിർ, ആഹിറത്തുൻ ഓപ്പോസിറ്റ് ഊല എന്ന് എഴുതി വെച്ചാൽ ക്ലിയറായി. അവ്വൽ ആദ്യത്തേത്, ആഹിർ അവസാനത്തേത്. കാരണം അള്ളാഹു തന്നെ പറഞ്ഞു ഹുവൽ അവ്വലു വൽ ആഹിറു, അവനാണ് ആദ്യത്തേവൻ, ആദ്യമേ ഉള്ളവൻ, അവസാനമുള്ളവനും അവനാണ്. അതായത് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അള്ളാഹുവാണ്,
എല്ലാം നശിച്ചു കഴിഞ്ഞാലും അവൻ മാത്രമാണ് ഉണ്ടാകുന്നത്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിൻ്റെ മഹത്വവും ആദരവുമുള്ള എൻറ്റിറ്റി, അസ്തിത്വം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അവസാനത്തേതും അവനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അവലും ആഹിറും എന്നാണ് പറഞ്ഞത്, ഇവിടെ ആഹിറത്തും ഊലായും എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു വാക്ക് കൂടെ നിങ്ങൾക്ക് അറിയുന്ന ഒരു വാക്കുണ്ട്. അപ്പോൾ ഇവിടെ ഊലായെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തായിട്ട് പരിഗണിക്കാം കേട്ടോ. ഊല കഴിഞ്ഞ് പിന്നെയുള്ള വാക്ക് യുഅതീക. യുഅതീക യുഅതീക എന്ന് പറഞ്ഞ വാക്കിൻ്റെ സാദൃശ്യമുള്ളതോ അതിൻ്റെ ഘടനയിലുള്ളതോ ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതായിട്ട് ചിന്ത വല്ലതും ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? യുഴത്തീക്കയുടെ ഐന് ത്വാ കാഫ് ഉള്ള മാഷാ അല്ലാ, അഴ്ത്ത എന്ന വാക്ക് അത് ഏതാണ് നമ്മൾ പഠിച്ചത്? എവിടെയാണ് പഠിച്ചത്? എവിടെ പഠിച്ചത്? എവിടെയാണ്? ഉദാഹരണം പറയും, എന്നാലേ മനസ്സിൽ വരുള്ളൂ. മാഷാ അല്ലാ ബാദുഷ, ഇന്ന അഴ്ത്തൈനാക്ക. അപ്പോൾ അഴ്ത്തൈന നാം നൽകി, അഴ്ത്ത നൽകി, യുഅതി നൽകും കേട്ടോ. അഴ്ത്ത നൽകി, യുഅതി നൽകും. അപ്പൊ യുഅതി നൽകും, യുഅതീക നിനക്ക് നൽകും. യുഅതീക നിനക്ക്, യുഅതി എന്ന് പറയുമ്പോൾ അവൻ നൽകുമെന്നാണ് കേട്ടോ. യുഅതി അവൻ നൽകും, യുഅതീക അവൻ നിനക്ക് നൽകും. അപ്പോൾ നേരത്തെ പറഞ്ഞ 13 പിന്നെ 3 വാക്ക് 16 വാക്ക് കഴിഞ്ഞു. പിന്നീട് നമ്മൾ 16 കഴിഞ്ഞിട്ട് ഊല പറഞ്ഞു, 17ാമത്തെ വാക്ക്. യുഅതീക പറഞ്ഞു, 18ാമത്തെ വാക്ക്. ഇനി സജ, വദ്ദഅക, ഖല, ഫആവ, ഇത്രയും വാക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഇങ്ങനെ പഠിക്കണം, എന്നാലേ നമുക്ക് മനസ്സിൽ നിൽക്കുള്ളൂ. അപ്പം നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. വദ്ദുഹ, ദുഹ എന്ന് പറഞ്ഞാൽ പൂർവാന്നം അല്ലെങ്കിൽ ദുഹ നമസ്കാരത്തിൻ്റെ സമയം. പൂർവാന്നം, പൂർവാന്നമാണ് സത്യം. ആ സമയത്താണ് പൂർവാന്നം എന്ന് പറയുന്നത്, ദുഹ നമസ്കാരത്തിൻ്റെ സമയം. ആ പൂർവാന്നമാണ് സത്യം. വല്ലൈലി, രാത്രിയെ കൊണ്ടും സത്യം, അഥവാ രാത്രിയെ കൊണ്ടും. ഇദാ സജ, സജ എന്ന് പറഞ്ഞാൽ ശാന്തമായി, പ്രശാന്തമായി. സജ പ്രശാന്തമായി അല്ലെങ്കിൽ ശാന്തമായി, സജ. ഇദാ സജ അത് ശാന്തമാകുമ്പോൾ. നമുക്കറിയാം ഇദായ്ക്ക് ശേഷം പൂർണ്ണക്രിയ വരും. അപ്പോൾ ഇത് അത് ഭാവിയിൽ സംഭവിക്കുമ്പോൾ എന്നാണ്. ഇദാ സജ അത് പ്രശാന്തമാകുമ്പോൾ, അതിനെക്കൊണ്ടും സത്യം. ഇദാ സജ, വല്ലൈലി ഇദാ സജ. ഇന്ന് അപ്പോൾ സജ കഴിഞ്ഞു, സജ ശാന്തമായി. മാ വദ്ദഅക, വദ്ദഅ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി അല്ലെങ്കിൽ വെടിഞ്ഞു. ഒഴിവാക്കി അല്ലെങ്കിൽ വെടിഞ്ഞു. വദ്ദഅ വെടിഞ്ഞു, കൈയൊഴിഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു വിട്ടു. ഹജ്ജത്തുൽ വിദാ ഉണ്ടല്ലോ, വിദാ എന്ന് പറയുന്നത് പോലെ അതിൽ നിന്ന് വന്നതാണ് വദ്ദഅ, ഒഴിവാക്കി, വെടിഞ്ഞു. വദ്ദഅക അവൻ നിന്നെ വെടിഞ്ഞു. ആരാണ്? റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബുക നിന്റെ നാഥൻ. മാ വദ്ദഅക നിന്നെ വെടിഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ പുതിയ വാക്ക്, ഒരു വാക്ക് സജ ശാന്തമായി, രണ്ടാമത്തെ പുതിയ വാക്ക് വദ്ദഅ, വദ്ദഅ വെടിഞ്ഞു. വദ്ദഅക അവൻ നിന്നെ വെടിഞ്ഞു. മാ വദ്ദഅക നിന്നെ വെടിഞ്ഞിട്ടില്ല. റബ്ബുക നിന്റെ രക്ഷിതാവ്, നിന്റെ രക്ഷിതാവ്. വമ കല, കല വെറുത്തു, കല വെറുത്തു. മാ കല വെറുത്തിട്ടുമില്ല. അപ്പൊ മൂന്നാമത്തെ പുതിയ വാക്ക് കല. ഒന്ന് സജ, രണ്ട് വദ്ദഅ, മൂന്ന് കല വെറുത്തു. അപ്പോൾ സജ ശാന്തമായി, വദ്ദഅ കൈവെടിഞ്ഞു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു,
ഉപേക്ഷിച്ചു. കല വെറുത്തു. മാ വദ്ദഅക റബ്ബുക വമാ കല, നിന്റെ രക്ഷിതാവ് നിന്നെ വെടിഞ്ഞിട്ടുമില്ല വെറുത്തിട്ടുമില്ല. ഇപ്പൊ മാ ഇവിടെ നിഷേധാത്മകമായിട്ടാണ് വന്നിരിക്കുന്നത്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. നമുക്ക് അറിയുന്നതാണ്. ശരിക്കും അതിൻ്റെ ഘടന എന്ന് നോക്കുക. ഒന്ന് പദാർത്ഥം, അതിൻ്റെ ഭാഷാർത്ഥം. ആഖിറത്ത് അവസാനത്തേത്, ഖൈറുൻ ഉത്തമമാണ്, ലക്ക നിനക്ക്, മിൻ ഫ്രം നിന്ന്, അല്ലെങ്കിൽ കാൽ നിനേക്കാൾ, ഊല ആദ്യത്തേത്. അന്ത്യമാണ് നിനക്ക്, അവസാനത്തേതാണ് നിനക്ക് ആദ്യത്തേതിനേക്കാൾ ഉത്തമം. ഇതിൻ്റെ മുമ്പ് ഒരു ലായുണ്ട്. ലായുടെ അർത്ഥം എന്താണ്? ലായുടെ അർത്ഥം നിങ്ങൾ പറഞ്ഞിട്ട് വേണം അടുത്ത ചോദ്യം ചോദിക്കാൻ. ഇന് വേറൊരു മറുപടി. വേറെ ആർക്കാണ് ലായുടെ അർത്ഥം? ഇല്ല, അത് നീട്ട് വേണം. ഇല്ല എന്ന് പറയണമെങ്കിൽ നീട്ട് വേണം. ഇവിടെ നീട്ടില്ല. ഇന് വേണ്ടി എന്ന് പറയുമ്പോ അതിനോട് എന്ത് ചേർന്ന് വരണം? സർവനാമം ചേർന്ന് വരുമ്പോഴാണ് അതിന് ഇക്കിന് വേണ്ടി എന്ന അർത്ഥം വരുന്നത്. നമ്മൾ പോക്കറ്റ് ഗേറ്റിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ല സർവനാമത്തോടൊപ്പം വരുമ്പോൾ ഇക്കിന് വേണ്ടി, അല്ലാതെ വരുമ്പോഴോ പോലെ എന്ന് വരുമ്പോ കായാണ് പോലെ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയില്, അത് നോക്കിയിട്ടെങ്കിലും പറയും. തീർച്ചയായും ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും. തീർച്ചയായും. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീമിൽ നമ്മൾ പഠിച്ചു. അതേപോലെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റിൽ പഠിച്ചു. അപ്പൊ ഇനി മറക്കരുത് കേട്ടോ. ലാക്ക് ഇല്ല അല്ല എന്ന് വരുമ്പോൾ നീട്ടുണ്ടാവും. പിന്നെ ഇക്കിന് വേണ്ടി എന്ന് പറയുമ്പോൾ ലഹു ലഹും ലക്ക ലക്കും ലീ ലന പോലെ സർവനാമങ്ങളോടൊപ്പം ചേർന്ന് വന്നാൽ അത് ഒറിജിനലി ലീ ആണ്, ലായല്ല. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ലായുടെ കൂടെ സർവനാമം വന്നാൽ അതിൻ്റെ അർത്ഥം അത് ലീ ആണ് ഒറിജിനലി. അതായത് വേറൊരു വാക്കി പറഞ്ഞാൽ ലീയുടെ കൂടെ സർവനാമം വന്നാൽ ലഹു ലഹും ഇങ്ങനെയാണ് പറയുക. അപ്പൊ ഒറിജിനൽ ലാ വന്നാൽ തീർച്ചയായും എന്നാണ് അർത്ഥം. അപ്പൊ തീർച്ചയായും അവസാനത്തേതാണ് നിനക്ക് ആദ്യത്തേതിനേക്കാൾ ഉത്തമം. ഖൈറുൽ ലക മിനൽ ഊല. പിന്നെ വല സൗഫ. സൗഫ എന്ന് പറഞ്ഞാൽ ലേറ്റർ, പിന്നീട്. യുഅതീക നിനക്ക് നൽകും. അപ്പോൾ സൗഫ മറ്റൊരു പുതിയ വാക്ക്, നാലാമത്തെ പുതിയ വാക്ക്. സൗഫ പിന്നീട്. യുഅതീക നിനക്ക് നൽകും. റബ്ബുക നിന്റെ രക്ഷിതാവ്. ഫതർദ അപ്പോൾ നീ സംതൃപ്തനാകും, അല്ലെങ്കിൽ തൃപ്തിയുള്ളവനാകും. അപ്പൊ ഇവിടെ വീണ്ടും ലാ വന്നിട്ടുണ്ട് കേട്ടോ. ലാ വന്നിട്ടുണ്ട്. നേരത്തെ ലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്ന് പറഞ്ഞു. തീർച്ചയായും അവസാനത്തേത് നിനക്ക് ആദ്യത്തേതിനേക്കാൾ ഉത്തമമായിരിക്കും. രണ്ടാമത് പറഞ്ഞ എന്താ? തീർച്ചയായും നിനക്ക് അള്ളാഹു പിന്നീട് തരും, അപ്പോൾ നീ തൃപ്തനാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ലാ വന്നിട്ടുണ്ട്. ഇനി സൗഫയുടെ പ്രയോഗം കൂടി ഓർമ്മിച്ചിരിക്കണം. സൗഫ വന്നാൽ എന്താണ്? അപൂർണ ക്രിയ വരുമല്ലോ. നമ്മൾ ഫതഹ യഫ്തഹു വരുമല്ലോ. യഫ്തഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യഫ്തഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരുമില്ലേ? അവൻ തുറക്കും അല്ലെങ്കിൽ തുറക്കുന്നു. ഓപ്പോയിൽ വരുന്ന ആള് മൈക്ക് ഓൺ ചെയ്യുമ്പോൾ എക്കോ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഓപ്പോയിൽ ആരാ വന്നത്?
ബ്ലൂടൂത്ത് അടച്ചിരിക്കുന്നുണ്ട്. ഏതിന്റെ? ബ്ലൂടൂത്ത് സ്പീക്കർ അടുത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു, അതുകൊണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും, രണ്ടെണ്ണം വരും, രണ്ടർത്ഥം ഉണ്ടല്ലോ. അപ്പോൾ തുറക്കുന്നു തുറക്കും എന്ന് എപ്പോഴാണ് വരുന്നത്, ഭാവികാല ക്രിയ എപ്പോഴാണ് വരുന്നത് എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് സൗഫ വരുന്നത്. സൗഫ വന്നാൽ എന്ത് മനസ്സിലാക്കണം? പിന്നീട്, ലേറ്റർ എന്ന് പറഞ്ഞാൽ അത് ഭാവികാല ക്രിയയാണ്, ഇപ്പോൾ നടക്കുന്നതല്ല. തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കും, തുറക്കും എന്ന് പറഞ്ഞാൽ ഭാവി. അപ്പൊ അപൂർണ ക്രിയ ഭാവികാല ക്രിയയാണ് എന്ന് അറിയിക്കാനുള്ള ഒരു അടയാളമാണ് സൗഫ. പിന്നെ ഒരു അടയാളം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതേതാണ്? ആർക്കെങ്കിലും പറയാമോ? പിന്നീട് നടക്കും എന്ന കാര്യം മുമ്പ് ഒരു വാക്കിലൂടെ പറഞ്ഞിരുന്നു. പിന്നീട് നടക്കുമെന്ന് ഒരു വാക്ക് മുമ്പ് പറഞ്ഞിരുന്നു. ലൈസ അല്ല, ലൈസ എന്ന് പറഞ്ഞാൽ ലൈസ അല്ല, വേറെ. കേട്ടില്ല? സുമ്മ നമ്മൾ പഠിച്ചു. സുമ്മ എന്ന് പറയുന്നത് പക്ഷേ അത് ഭാവികാലമാണ് എന്ന് പറയാനുള്ളതല്ല, അറിയിക്കാനുള്ളതല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജാ സുലൈമാനുൻ സുമ്മ ഇബ്നുഹു എന്ന് പറഞ്ഞാൽ ജാ സുലൈമാനുൻ, സുലൈമാൻ വന്നു, പിന്നീട് ഇബ്നുഹു അവന്റെ മോനും വന്നു. അപ്പോൾ സുലൈമാൻ കഴിഞ്ഞതിന് ശേഷം ഇബ്നു വന്നു എന്ന് മാത്രം സുമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടില്ല? അപ്പോ സ എന്ന ഒറ്റ അക്ഷരമാണ്, സയസ്ലാനാറൻ. അപ്പൊ സ എന്ന് പറഞ്ഞാൽ ഭാവിയിലാണ്, പക്ഷെ അത് വളരെ കഴിഞ്ഞിട്ടല്ല, സമീപ ഭാവിയിലാണ്. പിന്നെ അതിനുള്ള ഒരു തീർച്ചയും കൂടെ ഉണ്ട്. എല്ലാം കൂടെ ചേർന്നാണ് സ. എങ്കിലും ഒരു ക്രിയയുടെ ശേഷം, ഒരു അപൂർണ ക്രിയയുടെ ശേഷം സ അല്ലെങ്കിൽ സൗഫ വന്നാൽ അതെന്തിനുള്ളതാണ്? അത് ഭാവി കാലത്തെ സൂചിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ സയസ്ലാനാറൻ, അവൻ പിന്നീട് നരകത്തിൽ പ്രവേശിക്കും എന്നാണ് സായ. അപ്പോൾ സായ്ക്ക് രണ്ട് സംഗതിയുണ്ട്, ഒന്ന് ഭാവിയെ സൂചിപ്പിക്കാനാണ്, പിന്നൊന്ന് തീർച്ചയായും എന്നാണ്. പക്ഷെ ഭാവി, സായുടെ ഭാവി സമീപ ഭാവിയിലാണ്. സൗഫ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ, പിന്നീട്, അത് എത്ര കാലയളവ് എന്നില്ല, പിന്നീട് നൽകും. പിന്നീട് സൗഫയോത്തേക്ക പിന്നീട് നൽകും. അപ്പോൾ ഒരു ക്രിയ, ഭാവികാല ക്രിയ, ഒരു അപൂർണ ക്രിയ ഭാവികാലത്തെ സൂചിപ്പിക്കാനുള്ളതാണ് എന്നറിയിക്കുന്നതിനുള്ള രണ്ട് അടയാളമാണ് സായും സൗഫയും. ഓക്കെ. അല്ല സൗഫയോത്തേക്ക റബ്ബുക ഫതർദ, നിശ്ചയം നിനക്ക് നിന്റെ രക്ഷിതാവ് നൽകും, അപ്പോൾ നീ തൃപ്തനാകും. ഇതുവരെയാണ് നമുക്ക് ഈ സെഷനിൽ പഠിക്കേണ്ടത്. ഏത്? ഖുർആന്റെ ഭാഗം. അല്ല, ഇനിയുണ്ടല്ലേ. സൗഫയോത്തേക്ക റബ്ബുക ഫതർദ. അലം യജിദ്ക, ഒന്നുകൂടെ ഉണ്ട്. അലം യജിദ്ക യതീമൻ. അലം യജിദ്ക, അലം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. യജിദ്ക നമ്മൾ വജദ യജിദു എന്നാണ് പഠിച്ചത്. യജിദു എന്ന് പറഞ്ഞാൽ കണ്ടു. യജിദ്ക നിന്നെ കണ്ടു. അലം യജിദ്ക നിന്നെ കണ്ടില്ലേ, അല്ലെങ്കിൽ ലം യജിദ്ക നിന്നെ കണ്ടില്ലേ. വജദ അവൻ കണ്ടു, യജിദു അവൻ കാണുന്നു, ലം യജിദ് അവൻ കണ്ടില്ല. ലം യജിദ്ക നിന്നെ അവൻ കണ്ടില്ല, അലം യജിദ്ക നിന്നെ അവൻ കണ്ടില്ലേ. എന്തായിട്ട് കണ്ടില്ലേ? യതീമൻ, യതീമൻ അനാഥനായ അവസ്ഥയിൽ, കേട്ടോ. അലം യജിദ്ക യതീമൻ, അനാഥനായ അവസ്ഥ. അപ്പോൾ യതീമൻ എന്നുള്ളത് എന്താണ്? ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. യതീമൻ അനാഥനായ അവസ്ഥയിൽ അവൻ നിന്നെ കണ്ടില്ലേ. ഫ ആവ, അഞ്ചാമത്തെ പുതിയ വാക്ക്. ഫ ആവ, അങ്ങനെ അവൻ അഭയം നൽകി. എന്നിട്ട് അവൻ അഭയം നൽകി. ഫ
ആവ എന്നിട്ട് അവൻ അഭയം നൽകി. ആവ അഭയം നൽകി. അപ്പോൾ ഏതെല്ലാമാണ് പുതിയ വാക്ക്? സജ ശാന്തമായി. അടുത്ത വാക്ക് വദ്ദ. എന്താ അർത്ഥം? വദ്ദ ഉപേക്ഷിച്ചു. അടുത്തത് തല, അർത്ഥം വെറുത്തു. പിന്നെ യുഅത്തി അവൻ നൽകുന്നു, അത് പുതിയ വാക്കല്ല എന്ന് ഞാൻ പറഞ്ഞു. തർദ നീ തൃപ്തിപ്പെടുന്നു, അതും പുതിയ വാക്കല്ല. ആവ അഭയം നൽകി. സജ വദ്ദഅക ഖല ആവ. 4 വാക്കാണ് പുതിയ വാക്ക്. സജ വദ്ദഅ ഖല ഖല ആവ. 4 വാക്കാണ് പുതുതായി വന്നിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവൽ എന്ന് പറഞ്ഞാലും ഊല എന്ന് പറഞ്ഞാലും ആദ്യത്തേത്. അവൽ പുല്ലിംഗം, ഊല സ്ത്രീലിംഗം. ആഹിർ എന്ന് പറഞ്ഞാലും ആഹിറത്ത് എന്ന് പറഞ്ഞാലും അവസാനത്തേത്. ആഹിർ പുല്ലിംഗം, ആഹിറത്ത് സ്ത്രീലിംഗം. അഅ്തൈനാക നിനക്ക് നാം നൽകി. യുഅത്തി അവൻ നൽകും. യുഅത്തീക അവൻ നിനക്ക് നൽകും. റളിയ തൃപ്തിപ്പെട്ടു. തർള നീ സംതൃപ്തനാകും. ഇനി ഇതിന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ, അതായത് വിശദീകരണം നമുക്ക് ക്ലാസ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വയ്ക്കാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? അൻസല ഗ്രൂപ്പിലെ മറ്റൊരു ക്രിയ കൂടി പഠിക്കാനുണ്ട്. അൻസല ഗ്രൂപ്പിൻ്റെ നമുക്ക് പഠിക്കാനുള്ള ക്രിയ അഷ്റക്ക എന്നതാണ്. അഷ്റക്കയുടെ ടേബിൾ നിങ്ങളിൽ ഒരാൾ പറയണം. പറയുമ്പോൾ അപൂർണക്രിയ വരുന്നിടത്ത് അതിൻ്റെ അടയാളങ്ങൾ വളരെ വ്യക്തമാകണം. ആർക്കറിയാം അഷ്റക്കയുടെ പട്ടിക? അഷ്റക, അഷ്റഖു, അഷ്റഖത്ത്, അഷ്റഖത്തും, അഷ്റഖത്തു, അഷ്റഖന, തുശ്രികു, യുശ്രികൂന, തുശ്രികു, തുശ്രികൂന, ഉശ്രികു, നുശ്രികു, അശ്രിക്, അശ്രികു, ലാ തുശ്രിക്, ലാ തുശ്രികു, മുശ്രികുൻ, മുശ്രികുൻ, ഇഷ്റാകുൻ. മുശ്രിക്കുൻ കഴിഞ്ഞിട്ട് മുശ്രിക്കുൻ കഴിഞ്ഞിട്ട് മുശ്രികുൻ, മുശ്റകുൻ. ഓക്കെ, ഇഷ്റാകുൻ. ഓക്കെ. ഹിയ അശ്റകത്ത്, ഹിയ തുശ്രിക്. മാഷാ അല്ലാ, മാഷാ അല്ലാ. എല്ലാവരും ഒരു കയ്യടി കൊടുക്കുക. മുസ്തഫ സാറാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് കൈയടിക്കുന്ന ശബ്ദം കേട്ടു. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാണ്. ഇനി നമുക്കിത് പറയേണ്ടതുണ്ടോ? വേറെ ആർക്കെങ്കിലും പറയാമോ അഷ്റക്കയുടെ പട്ടിക? വേറൊരാളോട് പറയും. അഷ്റക, അഷ്റഖു, അഷ്റഖ്ത, അഷ്റഖ്തും, അഷ്റഖ്തു, അഷ്റഖ്ന, യുശ്രികു, യുശ്രികൂന, തുശ്രികു, തുശ്രികൂന, ഉശ്രികു, നുശ്രികു, അശ്രിക്, അശ്രികു, ലാ തുശ്രിക്, ലാ തുശ്രികു, മുശ്രികുൻ, മുശ്റകുൻ, ഇഷ്റാഖുൻ, ഹിയ അഷ്റഖ്ത്, ഹിയ അഷ്റഖത്ത്, ഹിയ തുശ്രികു. മാഷാ അല്ലാ, മാഷാ അല്ലാ. ബാദുഷാ, വെൽ ഡൺ, ഗ്രേറ്റ്, എക്സലൻറ്റ്. അടുത്തയാള് ഇനി ആർക്ക് പറയാം? അഷ്റക്ക. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അൻസല ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. അപ്പം അൻസല ഗ്രൂപ്പ് ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായി. അഷ്റക്ക അതിൻ്റെ അപൂർണക്രിയ വരുമ്പോൾ എന്താവും? യുശ്രികു, യുശ്രികു. കേട്ടോ, അഷ്റക്ക യുശ്രികു. എന്നിട്ട് ഞാൻ പറഞ്ഞു എല്ലാ ക്രിയകളും അൻസല ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ ക്രിയകളും ഇതേ ഘടനയായിരിക്കും വരിക. അപ്പം അതുകൊണ്ട് നമ്മൾ അധര വ്യായാമം നടത്തേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം?
വേഗത്തിൽ തന്നെ ഇത് പറഞ്ഞ് വേഗത്തിൽ തന്നെ പറഞ്ഞ് ശീലിക്കാം കേട്ടോ. വേഗത്തിൽ തന്നെ പറഞ്ഞ് ശീലിക്കാം. വേഗത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അഷ്റക അഷ്റകു, അഷ്റക്ത അഷ്റക്തും, അഷ്റക്തു അഷ്റക്ന, യുശ്രികു യുശ്രികൂന, തുശ്രികു തുശ്രികൂന, ഉശ്രികു നുശ്രികു, അശ്രിക് അശ്രികു, ലാ തുശ്രിക് ലാ തുശ്രികു, മുശ്രികുൻ മുശ്റകുൻ ഇശ്റാകുൻ, ഹിയ അഷ്റകത് ഹിയ തുശ്രികു. അഷ്റക എന്ന് പറഞ്ഞാൽ പങ്കു ചേർത്തു, ശിർക്ക് ചെയ്തു. മുശ്രികുൻ പങ്കു ചേർത്തവൻ, മുശ്റകുൻ പങ്കു ചേർക്കപ്പെട്ടവൻ, ഇശ്റാകുൻ പങ്കു ചേർക്കൽ. അതേപോലെ ഷിർക്ക് എന്നും അർത്ഥമുണ്ട്, പക്ഷേ ഷിർക്ക് എന്നും പങ്കു ചേർക്കലിന് പദമുണ്ട്. പക്ഷേ ഷിർക്ക് എന്ന പദം ഈ അഷ്റക്ക എന്ന ഘടനയിൽ വന്നതല്ല. അഷ്റക്ക എന്ന ഘടനയിൽ വന്നത് ഇഷ്റാഖ് എന്നാണ്. പക്ഷേ ഭാഷയിൽ ഷിർക്ക് എന്നാണ് പറയുന്നത്. ഇന്ന ഷിർക്ക് ലദുൽമുൻ അളീം. തീർച്ചയായും ഷിർക്ക് പങ്കു ചേർക്കുക എന്നത് അത്യധികം അക്രമമാണ്, ഏറ്റവും വലിയ അക്രമം. ഇന്ന ഷിർക ലദുൽമുൻ അളീം, വലിയ അക്രമമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു, അല്ലാഹു പുറത്തരികയില്ല, അൻ യുശ്റക ബിഹി അവനോട് പങ്കു ചേർക്കുന്നതിനെ, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ മറ്റുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, നമ്മൾ ഷിർക്ക് അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് പറയും. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. പടച്ചവനെ, ഞാൻ അറിയാതെ ഇന്ന ഷിർക്ക് ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇബാദുർ റഹ്മാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലത്തി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ എന്ന് പറഞ്ഞു. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ. ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലത്തി ഹറമ അല്ലാഹ്, അള്ളാഹു ആദരിച്ച ഒരു ആത്മാവിനെയും അവർ വധിക്കുന്നതല്ല, ഇല്ലാ ബിൽ ഹഖ് ന്യായമായ കാരണം കൂടാതെ, വലാ യസ്നൂൻ അവർ വ്യഭിചരിക്കുന്നവരുമല്ല, ഒമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ആ പണികളെല്ലാം ആരെങ്കിലും ചെയ്താൽ അവൻ പാപത്തിൽ പെട്ടുപോയി. എന്നിട്ട് അവസാനം പിന്നീട് അതിനെ തുടർന്ന് എന്താ പറഞ്ഞത്? ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ച് മടങ്ങിയവൻ ഒഴികെ. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ, പശ്ചാത്തപിച്ചിട്ട് അവൻ ഈമാൻ പുതുക്കി സൽക്കർമ്മം ചെയ്യണം. അമില അമലൻ സ്വാലിഹൻ, നേരത്തെ ചെയ്തതിന് ബദലായി അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി നല്ല പ്രവർത്തികൾ ചെയ്യുക. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ, അങ്ങനെ ചെയ്താൽ എന്താവും? ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളായി മാറ്റിമറിക്കുമെന്നാണ്. എത്രത്തോളം തിന്മയും ചെയ്തു അല്ലെങ്കിൽ ശിർക്കം ചെയ്ത്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും അവൻ നല്ല പ്രവൃത്തി ചെയ്യുകയും ചെയ്താൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെല്ലാം അള്ളാഹു നന്മകളായി പരിഗണിക്കുമെന്നാണ്. അതിന് പകരമായി അവൻ നന്മകളായി എഴുതും എന്നാണ്. അപ്പൊ ഷിർക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു പുറത്തു കൊടുക്കും. അതേസമയം നമ്മൾ സാധാരണ ചെയ്യുന്ന പിഴവുകൾ, തെറ്റുകളൊക്കെ നന്മകൾ അധികം ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും? അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഷിർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് പോവില്ല. അത് നന്മയ്ക്ക് പകരമായി, ഞാൻ തിന്മയ്ക്ക് പകരമായി ഒരുപാട് നന്മകൾ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഷിർക്ക് പുറക്കപ്പെടുകയില്ല. ഇനി അഥവാ ഷിർക്ക് ചെയ്തു പോലായാലോ, വലൗ അശ്റകു ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ഷിർക്ക് ചെയ്താൽ മറ്റ് കാര്യങ്ങളെല്ലാം ഇൻവാലിഡായി എന്നാണ്, അതായത് ലാപ്സായി പോകും. ഷിർക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സൽക്കർമ്മങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല.
വളരെ ഗുരുതരമായ വിഷയമാണ്. ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും നിഷ്ഫലമായി. അതുകൊണ്ടാണ് പറഞ്ഞത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനോടൊപ്പം ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് അറാദ എന്ന വാക്കാണ്. അറാദ എന്ന ക്രിയ അൻസല ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പക്ഷേ അവിടെ അൻസല അല്ലേ, അൻസല എന്ന് പറയുമ്പോൾ നസല എന്ന് പറഞ്ഞ 3 അക്ഷരമുണ്ട്, അതോടൊപ്പം ഒരു ഹംസ കൂടെ ചേർക്കണം, അപ്പോഴാണ് അൻസലയാകുന്നത്. അപ്പോൾ 3 + 1 4 ലെറ്റേഴ്സ് ആയി. അപ്പോൾ ഈ 3 അടിസ്ഥാന അക്ഷരങ്ങളും ദുർബലാക്ഷരമില്ലാത്തവയും ഒരു ഹംസും കൂടി അടങ്ങുന്നതാണ് അൻസല ഗ്രൂപ്പ്. ഇവിടെ എന്തായി? ഇവിടെ അൻസലയുടെ സയുടെ ഭാഗത്ത് എന്തുണ്ട്? ഒരു അലിഫുണ്ട്. അപ്പോൾ അത് ദുർബലാക്ഷരം അടങ്ങിയ ക്രിയയാണ്. അറാദ ദുർബലാക്ഷരം അടങ്ങിയ ക്രിയയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ പ്രത്യേകം പറഞ്ഞു പഠിക്കണം. അതൊന്ന്. രണ്ടാമത്, അറാദയുടെ അവസാനം ദായാണ്. ഈ ദായുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചു അല്ലെങ്കിൽ നീ പ്രവർത്തിച്ചു എന്ന അറദ് വരുമ്പോൾ എന്താക്കണം? അറദ് വേണ്ട, അറത്ത മതി. അതേപോലെ അറത്തും അറത്തു അറദിന, 3 എണ്ണത്തിലും അതേ ക്രമമാണ്. അറത്തു അറദിന, ദാക്ക് പകരം തായാണ് ശബ്ദ എടുത്ത് പറയേണ്ടത്. ദാ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പിന്നെ യുരീദൂന, ഉരീദു, അതിലൊന്നും പ്രത്യേകതയൊന്നുമില്ല. അരിദ് കൽപ്പനക്രിയ വരുമ്പോൾ അരീദു, ലാ തുരീദു എന്ന് പറയണം. മുരീദ്, മുറാദ്, ഇറാദത്തുൻ, ക്രിയാദാത് വരുമ്പോൾ ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഇറാദത്തുൻ, കാരണം ദുർബലാക്ഷരം വന്നതുകൊണ്ടാണ്. ഹിയ അറാദത്ത്, ഹിയ തുരീദു, അങ്ങനെയാണ് അതിൻ്റെ ഘടന വരുന്നത്. ഓക്കെ, അപ്പൊ അറാദ അവരുദ്ദേശിച്ചു, അറാദു അവർ ഉദ്ദേശിച്ചു, അറത്ത നീ ഉദ്ദേശിച്ചു, അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചു, അറത്തു ഞാൻ ഉദ്ദേശിച്ചു, അറദിന നാം ഉദ്ദേശിച്ചു. അറത്ത നീ ഉദ്ദേശിച്ചു, അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചു, അറത്തു ഞാൻ ഉദ്ദേശിച്ചു, അറദിന നാം ഉദ്ദേശിച്ചു. യുരീദു അവൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഉദ്ദേശിക്കും, യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, തുരീദു നീ ഉദ്ദേശിക്കുന്നു, തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നു, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, നുരീദു നാം ഉദ്ദേശിക്കുന്നു. അരിദ് നീ ഉദ്ദേശിക്കൂ, അരീദു നിങ്ങൾ ഉദ്ദേശിക്കൂ, ലാ തുരിദ് നീ ഉദ്ദേശിക്കരുത്, ലാ തുരീദു നിങ്ങൾ ഉദ്ദേശിക്കരുത്. ഉരീദു ഞാൻ അരിദ് അരീദു, ലാ തുരീദു നിങ്ങൾ ഉദ്ദേശിക്കരുത്. മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ, മുറാദുൻ ഉദ്ദേശിക്കപ്പെടുന്നത്, ഇറാദത്തുൻ ഉദ്ദേശം. ഹിയ അറാദത്ത് ഹിയ തുരീദു, ഖുർആനിൽ 139 പ്രാവശ്യം ഈ ക്രിയ വന്നിട്ടുണ്ട്. നമ്മളിത് പഠിക്കുന്നത് അൻസല ഗ്രൂപ്പിന്റെ അവസാനം ആണ് പഠിക്കുക. അവസാനം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത ഗ്രൂപ്പിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവസാനം പഠിക്കുന്നത്? ഇത് ദുർബലാക്ഷരം വന്നതുകൊണ്ട് ആണ് പഠിക്കുന്നത്. നമ്മൾ അൻസല ഗ്രൂപ്പിന്റെ 3-4 ക്രിയകൾ ഇതിനകം പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അൻസല ഗ്രൂപ്പ് നമുക്ക് ഉറപ്പായി. ഇനി അതിൽ ദുർബലാക്ഷരം വന്ന ഒരു ക്രിയ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അറാദ എടുത്തത്. പറഞ്ഞു നോക്കാം. അറാദ അറാദു, അറത്ത അറത്തും, അറത്തു അറദിന, യുരീദു യുരീദൂന, തുരീദു തുരീദൂന, ഉരീദു നുരീദു, അരിദ് അരീദു, ലാ തുരീദു, മുരീദുൻ മുറാദുൻ, ഇറാദത്തുൻ, ഹിയ അറാദത്ത് ഹിയ തുരീദു. കുറച്ചുകൂടെ വേഗത്തിൽ പറയാവുന്നേ ഉള്ളൂ, ഞാൻ കുറച്ച് സാവധാനം പറഞ്ഞു എന്നാണ്. അറാദ അറാദു, അറത്ത അറത്തും, അറത്തു അറദിന, യുരീദു യുരീദൂന, തുരീദു തുരീദൂന, ഉരീദു നുരീദു,
അരിദ് അരീദു, ലാതുരിദ് ലാതുരീദു, മുരീദുൻ മുറാദുൻ, ഇറാദത്തുൻ ഹിയ അറാദത്ത് ഹിയ തുരീദു, ഹിയ അറാദത്ത് ഹിയ തുരീദു. അപ്പോൾ ഒറ്റ ശ്വാസമാണ് ഞാൻ പറഞ്ഞത്. 139 പ്രാവശ്യം ഖുർആനിൽ വന്നിരിക്കുന്ന അറാദ എന്ന ക്രിയ ഒറ്റ ശ്വാസം നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഇതാണ് മുരീദ് കേട്ടോ. മുരീദിനെ കേട്ടില്ലേ? ഷേഖിന്റെ മുരീദാണെന്ന് പറയും. അപ്പൊ ആ ഷേഖിനെ ഉദ്ദേശിച്ച് പോയ ആളാണ് മുരീദ്. ഷേഖിന്റെ മുരീദ് ഷേഖിനാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിനല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതേപോലെ മുറാദ് ഹാസിലാക്കല്ല എന്ന് പറയും. മുറാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശിക്കപ്പെടുന്നത്, ആഗ്രഹിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. എൻ്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണമേ എന്ന പ്രാർത്ഥനയാണ് മുറാദ് ഹാസിലാക്കല്ല എന്ന് പറയും. ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഏത് സൂറത്തിലാണ്? സൂറത്തു യാസീനിൽ കാണാം അവസാന ഭാഗത്ത് ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ. അപ്പോൾ അറാദ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. യുരീദു 139 പ്രാവശ്യം ഈ ക്രിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ അഞ്ചല ഗ്രൂപ്പിൻ്റെ ടേബിൾ തയ്യാറാക്കിയതിന് ശേഷം, അതിൽ മാസ്റ്റർ ടേബിൾ തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ അവസാനത്തിൽ ആറാധ എഴുതി ചേർക്കും. പക്ഷേ ആറാധയ്ക്ക് പ്രത്യേകം ഒരു ടേബിൾ തയ്യാറാക്കണം. അറാദയ്ക്ക് വേണ്ടി അഞ്ചല ഗ്രൂപ്പിന് മാസ്റ്റർ ടേബിൾ തയ്യാറാക്കിയതുപോലെ അറാദ മാസ്റ്റർ ആക്കി ഒരു ടേബിൾ തയ്യാറാക്കണം. ഇപ്പോൾ അറാദ പോലെ ഇടയ്ക്ക് അലിഫ് വന്ന വേറെയും ക്രിയകളുണ്ടാകും. അത് നമ്മുടെ വായനയിൽ കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ അറാദമാകുന്ന മാസ്റ്റർ ടേബിളിൻ്റെ താഴെ കൊണ്ട് എഴുതണം. ഇപ്പം അറാദ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? അറാദയുടെ മാസ്റ്റർ ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അറാദ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ അഞ്ചല എന്ന് കൊടുക്കണം. കാരണം എന്താ? ഇതിൻ്റെ പേരൻ്റ് ഗ്രൂപ്പ് അറാദ നമ്മൾ മുകളിൽ എഴുതുമല്ലോ മാസ്റ്റർ ടേബിൾ ഉണ്ടാക്കുമ്പോൾ. അറാദ എന്ന് എഴുതിയിട്ടാണ് അതിൻ്റെ ടേബിൾ താഴെ എഴുതുന്നത്. അറാദ എന്ന് ആദ്യം ഒരു പ്രാവശ്യം ടേബിളിൻ്റെ ഹെഡിങ് മുകളിൽ എഴുതും. അപ്പോൾ മുകളിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ അഞ്ചല എന്ന് എഴുതണം. അപ്പോൾ അഞ്ചല ഗ്രൂപ്പിൽപ്പെട്ടതാണ് അറാദ. ഈ അറാദയുടെ മാസ്റ്റർ ടേബിളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അറാദ പോലുള്ള ക്രിയകൾ അതിൻ്റെ കാൽഭാഗം ബാക്കിയിട്ടിട്ട് അതിൻ്റെ താഴെ എഴുതി ചേർക്കണം. അറാദ പോലുള്ള നിങ്ങൾ വായനയിൽ കണ്ടെത്താവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, സമയം ദീർഘിപ്പിച്ചു പോയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് സൂറത്തുൽ ദുഹായിലെ ആദ്യത്തെ 6 ആയത്തിൽ നിന്നും എന്തൊക്കെ പാഠങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളേണ്ടതെന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ അർത്ഥം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈ ലുഹായെ കൊണ്ട് നമ്മൾ സത്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ലുഹായിലുണ്ടാകുന്ന ആ പ്രകാശം ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിലേക്ക് വരണം. വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൂറത്തുൽ അലഖ് അവതരിച്ചതിന് ശേഷം ഒരു ഇടവേള ഉണ്ടായിരുന്നു. സൂറത്തുൽ അലഖ് അവതരിപ്പിച്ചു പ്രബോധനം നടത്താൻ തുടങ്ങി. കുറേ നാൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരോട് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം കുറേ നാൾ വഹി ലഭിക്കാതായി. വഹി ലഭിക്കാതായപ്പോഴാണ് ആൾക്കാർ പറയാൻ തുടങ്ങി, മുഹമ്മദിൻ്റെ റബ്ബ് മുഹമ്മദിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. സൂറത്തുൽ മുസമ്മിൽ ഒക്കെ ഇറങ്ങിയല്ലോ, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസ്സിർ അതൊക്കെ ഇറങ്ങിയതിന് ശേഷം ആണ് ഇടവേള ഉണ്ടായത്. യാ യുഹൽ മുസമ്മിൽ എന്ന് പറഞ്ഞല്ലോ, പുതച്ചുമൂടി കിടക്കുന്നവനെ നീ എഴുന്നേക്കൂ. അതേപോലെ യാ യുഹൽ മുദ്ദസ്സിർ, പുതച്ചുമൂടി കിടക്കുന്നവനെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ സൂറത്തുകൾ അവതരിച്ചതിന് ശേഷം ഉണ്ടായ ഇടവേള. ആ ഇടവേളയിലാണ്
ശത്രുക്കൾ പറയാൻ തുടങ്ങിയതോ പ്രവാചകത്വമൊക്കെ പറഞ്ഞു വന്ന മുഹമ്മദിന്റെ റബ്ബ് കൈയൊഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ വഹിയൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു സമാധാനിപ്പിച്ചുകൊണ്ട് ഈ സൂക്തങ്ങൾ അവതരിപ്പിക്കുന്നത്. വദ്ദുഹാ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല. അപ്പം ആദ്യം സജീവമായ സമയം, ഏറ്റവും സജീവമായ സമയം. ഇപ്പം നമ്മൾ രാവിലെ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും ക്രിയാത്മകമായ സമയം ഏതാണ്? നമ്മൾ പണിക്കിറങ്ങി ആ പ്രകാശം പരന്നു നിൽക്കുന്ന സജീവമായ സമയം. പിന്നെ വെയിലിന് ചൂടേറി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും എനർജിയും കുറഞ്ഞു വരികയുള്ളൂ. ലഞ്ച് ടൈമിലേക്ക് പോകുമ്പോഴേക്കും കുറഞ്ഞു വരികയുള്ളൂ. പിന്നെ ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം പണിയെടുക്കും. അത് വളരെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശോഷിച്ച ഒരു എനർജി ആയിരിക്കും ഉണ്ടാവുക അവിടെ. അപ്പോൾ അതാണ് ക്രിയാത്മകമായി നിൽക്കുന്ന ആ ളുഹായെ കൊണ്ട് സത്യം. പിന്നീട് എന്താണ്? വല്ലൈലി ഇദാ സജ, ശാന്തമായ രാത്രിയെ കൊണ്ടും. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിനിടയിൽ 24 മണിക്കൂർ ഉള്ള ഒരു ദിവസം എടുത്ത് നോക്കിയാൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത എനർജി ലെവലാണ് നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത രീതിയിലുള്ള ക്രിയാത്മകതയാണ് ഉണ്ടാവുക. അപ്പോൾ ളുഹാ സമയത്തുണ്ടാകുന്ന ക്രിയാത്മകതയല്ല രാത്രി സമയത്തുണ്ടാകുന്ന ക്രിയാത്മകത. ഇപ്പം രാത്രി എന്ന് പറയുന്നത് ശാന്തമാണ്. ഇപ്പം നമ്മൾ ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്കുന്നതുകൊണ്ട് ശാന്തമല്ലാതാകുന്നുള്ളൂ, അശാന്തി പരക്കുന്നേ ഉള്ളൂ. രാത്രി അശാന്തിയാണ്. പിന്നെ സ്വസ്ഥമായി ഉറങ്ങുന്നവർക്കും ഇപ്പോൾ ശാന്തമായി ഉറങ്ങാനുള്ള മാനസിക അവസ്ഥയില്ല. എപ്പോഴാണ് കൊള്ളക്കാരും കള്ളന്മാരും കടന്നു കയറുന്നൊരു ചിന്തയാണ് മനസ്സിലുണ്ടാവുക. അതല്ല പറഞ്ഞത്, സാധാരണഗതിയിലുള്ള അവസ്ഥയാണ്. രാത്രി എന്താണ്? ശാന്തമാണ്. ഇനി ളുഹയുടെ പ്രകാശം, ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശം അങ്ങനെ വെച്ച് നോക്കിയാലും ആ ളുഹയെ കൊണ്ടാണ് ആദ്യം സത്യം ചെയ്യുന്നത്. രണ്ടാമത് ശാന്തമായ രാത്രിയെ കൊണ്ട്. അപ്പോൾ പ്രകൃതിപരമായി തന്നെ ളുഹ സജീവമാണ്, രാത്രി ശാന്തമാണ്. അപ്പോൾ ക്രിയാത്മകതയുടെ ഒരു സമയവും ഉണ്ടാകും, ശാന്തതയുടെ ഒരു സമയവും ഉണ്ടാകും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ എഴുന്നേക്കൂ, ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തൂ എന്ന് പറയുന്ന സന്ദർഭം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വഹി പ്രാവർത്തികമാക്കുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുകയും അതേപോലെ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ഹൃദയസ്ഥമാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ പ്രബോധനത്തിന് വേണ്ടിയുള്ള സാവകാശം നൽകുകയും ഒക്കെ വേണമല്ലോ. എല്ലാം സമയമെടുത്തുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് യഥാവിധി നിർവഹിക്കപ്പെടുകയുള്ളൂ. അതിനാണ് തർത്തീലാണ്. അപ്രകാരം നിനക്ക് നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി നാം റത്തൽനാഹു തർത്തീല, ക്രമപ്രവൃത്തമായിട്ടാണ് ഇത് പാരായണം ചെയ്തതെന്ന് പറയും. അപ്പോൾ അതിനൊക്കെ എന്തുണ്ട്? വഹിയെ ലഭിക്കുന്നതിനൊക്കെ ക്രമങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ളുഹായിലും സജ്ജായിലുമൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അത് പ്രസക്തമാണ്. ചില സമയത്ത് നമ്മൾ ക്രിയാത്മകമായിട്ടിരിക്കും, ചില സമയത്ത് ശാന്തമായിട്ടിരിക്കും. അപ്പോൾ ക്രിയാത്മകതയും നമുക്ക് ചിലപ്പോൾ ഈ ബിസിനസ് നടത്തുന്നവരെ സമയത്തോളാണെങ്കിൽ ബിസിനസ് സജീവമായ ബിസിനസ് നടക്കുന്ന സമയം ഉണ്ടാകും. കുറേ കഴിഞ്ഞിട്ട് പിന്നെ ശാന്തം ഒരു ലെവലിലിങ്ങനെ പോകും. അപ്പം നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പണിയുള്ളപ്പോഴും പണിയില്ലാത്തപ്പോഴും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് സജീവമായ അല്ലെങ്കിൽ ക്രിയാത്മകമായ ബിസി ആകുന്ന തിരക്കാറുന്ന ഒരു സമയം നിങ്ങൾക്ക് വരാനുണ്ട് എന്നാണ് പറഞ്ഞത്. എപ്പോഴും നിങ്ങൾക്ക് ഒരേപോലെ ഇരിക്കില്ല. ഉത്ഥാന അവധാനതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുന്നുണ്ടെങ്കിൽ കുഴി ഉണ്ടായിരിക്കും, കയറ്റമുണ്ടെങ്കിൽ ഇറക്കം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ. മാ വദ്ദഅക റബ്ബുക വമാ ഖല. അപ്പോൾ ഒരു ഇറക്കമുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് ഒരു ഇടിവ് സംഭവിക്കുന്ന സമയത്ത് ആ ബിസിനസ് കൂടുതൽ നടക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. സജീവമായ ക്രിയാത്മകമായ സമയത്ത് മറ്റൊരു സമയം വരും. അപ്പോൾ നമ്മൾ ബിസിനസ് നടക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പണി നടക്കാതിരിക്കുന്ന സമയത്ത് പടച്ചോൻ എന്നെ കൈവഴിഞ്ഞോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേവലാതിപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകനോട് പറയുന്നു, മാ വദ്ദഅക, ശത്രുക്കൾ പറഞ്ഞതുപോലെ നിന്നെ വെടിഞ്ഞിട്ടില്ല. റബ്ബുക, നിന്റെ രക്ഷിതാവ്. മാ വദ്ദഅക, അള്ളാഹു എന്നല്ല പറഞ്ഞത് കേട്ടോ. അള്ളാഹു നിന്നെ വെടിഞ്ഞിട്ടില്ല എന്ന് ദൈവം എന്ന ഒറ്റ വാക്ക് പറയുന്നതിന് പകരം നിന്റെ രക്ഷിതാവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് വരെയാണ്, അള്ളാഹു നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്.
അള്ളാഹു ഖാലിഖാണ് എന്ന് പറഞ്ഞ ഖാലിഖ് എന്നല്ല, ഖാലിഖുക എന്നല്ല പലപ്പോഴും പറയുന്നത് അള്ളാഹു. മറിച്ച് എന്താണ്? റബ്ബുക്ക എന്നാണ് പറഞ്ഞത്. നിന്നെ പടിപടിയായി നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നവൻ, പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, സമയാസമയങ്ങളിൽ വേണ്ട കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവൻ, അതാണ് റബ്ബ് എന്ന് പറയുന്നത്. യഥാവിധി നൽകിക്കൊണ്ടിരിക്കുന്നവൻ. കുഞ്ഞാകുമ്പോൾ നൽകേണ്ടത് എന്താണ്, മുതിർന്നാൽ വന്ന് കുറച്ചുകൂടെ ശിശുവായിരിക്കുമ്പോൾ നൽകേണ്ടത് എന്താണ്, ബാല്യകാലത്ത് നൽകേണ്ടത് എന്താണ്, യുവത്വത്തിൽ നൽകേണ്ടത് എന്താണ്, അങ്ങനെ യുവത്വം കഴിഞ്ഞ് പ്രായമായി കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അവൻ വൃദ്ധനായി കഴിയുമ്പോൾ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും മനുഷ്യൻ എന്താണ് അവസ്ഥ, എന്തവസ്ഥയാണ്, എന്ത് പരിചരണമാണ് വേണ്ടത്, അതിനാണ് റബ്ബ് എന്ന്, റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ എല്ലാ ഘടനയും യഥാവിധി നോക്കി നടത്തുന്നുണ്ടല്ലോ അള്ളാഹു. ആ നോക്കി നടത്തൽ പോലെ മനുഷ്യന്റെ ഓരോ അവസ്ഥയിലും ആവശ്യമായ സംഗതികൾ നൽകുന്നവനാണ് നിന്റെ രക്ഷിതാവ്. അതുകൊണ്ടാണ് റബ്ബുക്ക എന്ന് പറഞ്ഞത്. നിന്റെ രക്ഷിതാവ്, നിന്നെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണോ അവൻ നിന്നെ വെടിഞ്ഞിട്ടില്ല. വമാ കല, അവൻ വെറുത്തിട്ടുമില്ല. വെറുത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അള്ളാഹു ആരെയും എന്ത് ചെയ്യുന്നില്ല, വെറുക്കുന്നില്ല. ഇത് പ്രവാചകനോടൊപ്പം തന്നെ നമുക്കും ബാധിക്കുന്നതാണ്, നമ്മയും ബാധിക്കുന്ന വിഷയമാണ്. നമ്മെ അള്ളാഹു വെറുത്തത് കൊണ്ടല്ല. നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു സംഗതി ഉണ്ടായാൽ അത് ഖൈറിനാണ് എന്ന് മാത്രമേ വിചാരിക്കാവൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ദോഷകരമായേക്കാം. നിങ്ങൾ വെറുക്കുന്ന കാര്യം എന്താണോ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലതായി ഭവിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിന് മാത്രമേ അറിയാവൂ. ഗുണകരവും ദോഷകരവുമായി നമുക്ക് തോന്നുന്നതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് വരുന്നതാണ്. അള്ളാഹു ഒരിക്കലും മനുഷ്യന് തിന്മ ഉദ്ദേശിക്കുന്നില്ല. ഈ മലക്കുകൾ, ജിന്നുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കേട്ട ഒരു സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ട് സൂറത്ത് ജിന്നിൽ അള്ളാഹു പറയുന്നുണ്ട് ചില സംഗതികൾ. അതിലൊരു ഭാഗം വഅന്നാ ലാ നദ്രി അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർളി അം അറാദ ബിഹിം റബ്ബുഹും റഷദ. വഅന്നാ ലാ നദ്രി, ഈ ജിന്നുകൾ പറയുകയാണ്, അവർ പരസ്പരം പറയുകയാണ്. വഅന്നാ ലാ നദ്രി, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇന്ന തുടക്കം, സൂറത്തുൽ ജിന്നിന്റെ തുടക്കം എന്താണ്? ഇന്ന സമീന ഖുർആനൻ അജബ, ഞങ്ങൾ ആശ്ചര്യകരമായ ഒരു പാരായണം കേട്ടിരിക്കുന്നു, ഒരു ഖുർആൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജിന്നുകൾ അവരുടെ സമൂഹത്തിനിടയിൽ പ്രബോധനം നടത്തുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ ചരിത്രം ഉദ്ധരിച്ചതിന് ശേഷം ഖുർആൻ പറയുന്നു വഅന്നാ ലാ നദ്രി, ജിന്നുകൾ പറഞ്ഞതായിട്ട് അവർക്കിടയിൽ സംസാരിച്ചതായിട്ട് പറയുകയാണ്. വഅന്നാ ലാ നദ്രി, ഞങ്ങൾക്കറിയില്ല അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർളി, ദോഷമാണോ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അം അറാദ ബിഹിം, അതല്ല അവർക്ക് വേണ്ടി റബ്ബുഹും, അവരുടെ രക്ഷിതാവ് റഷദ, സന്മാർഗമാണോ ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്താ പറഞ്ഞത്? അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് വന്നാ ലാ നദ്രി അശർറുൻ അറാദ എന്നല്ല പറഞ്ഞത്, ഉരീദ ബിമൻ ഫിൽ അർളി, ഉദ്ദേശിക്കപ്പെട്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു ഒരിക്കലും സമൂഹത്തിന് ദോഷം ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് അള്ളാഹു എപ്പോഴും നന്മ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ സമൂഹം ഒരുപക്ഷെ അതിന് ദോഷകരമായിട്ട് പരിഗണിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഗുണകരവും ദോഷകരവുമായ എല്ലാ സംഗതിയും അള്ളാഹു, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ നിന്നും തിന്മ ഒരിക്കലും വരികയില്ല, മറിച്ച് നമുക്ക് തോന്നുന്നതാണ് അത് ദോഷകരമാണ് എന്ന്. അപ്പോൾ ഗുണകരവും ദോഷകരവുമായി നമുക്ക് തോന്നുന്നതെല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും നമ്മെ കൈവെടിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമുക്ക് ഉത്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്, അവധാനങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും അള്ളാഹു നമ്മളെ സഹായിച്ച ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് മനഃശാസ്ത്രപരമായി നമുക്ക് ഉന്നതിയിലേക്ക് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, അള്ളാഹു എന്നെ എപ്പോഴും തഴഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തയുണ്ടാവും. അങ്ങനെയല്ല, അള്ളാഹു നമുക്ക് നൽകാതിരുന്ന സന്ദർഭവുമുണ്ട്, നൽകിയ സന്ദർഭവുമുണ്ട്.
നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്? അള്ളാഹുവെ, നീ നൽകിയതിനെ തടയുന്നവനായി ആരുമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. വർഗത്തെ നിഷേധിക്കുന്ന ലാ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. നീ നൽകിയതിനെ തടയുന്നവനായി ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത. നീ തടഞ്ഞതിനെ നൽകുന്നവനായും ആരുമില്ല. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എല്ലാം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് നമുക്ക് അള്ളാഹു എന്തെല്ലാം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. കൂടുതലായി നൽകിയിരിക്കുന്നതാണ്, കൂടുതലായി നൽകാത്തതല്ല ചിന്തിക്കേണ്ടത്. അതായത് നെഗറ്റീവായിട്ടല്ല ഒരിക്കലും ചിന്തിക്കേണ്ടത്, മറിച്ച് ബി പോസിറ്റീവ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? ബി പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ. ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടേ ചിന്തിക്കാവൂ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഉയർച്ചയിലേക്ക് പോകാൻ കഴിയും. നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇനി ഒരു 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 ഉയർച്ച വരാനിരിക്കുകയാണ്. ആ ഉയർച്ചയിലേക്കുള്ള പടവുകൾ എന്തെല്ലാമാണ്? അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, പഠനങ്ങൾ നടത്തുക. എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഉയർച്ചയിലേക്ക് പോകാൻ പറ്റും. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, വല്ലൽ ആഖിറത്തു. തീർച്ചയായും അവസാനം വരാൻ പോകുന്നത് ഖൈറുൻ, ഉത്തമമാണ് നിനക്ക്, മിനൽ ഉല, ആദ്യത്തേതിനേക്കാൾ. അപ്പൊ നമ്മളടുത്ത് വീണ്ടും പറഞ്ഞു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ന് പറഞ്ഞതും അത് തന്നെയാണ് നമ്മളോട് ഇന്നും പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴൊരു പ്രയാസകരമായി തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് അത് നല്ലതായി വരും. വലൽ ആഖിറത്തു, അവസാനത്തേത് ഖൈറുൻ, ഉത്തമമായിരിക്കും, നിനക്ക് മിനൽ ഉല, ആദ്യത്തേതിനേക്കാൾ. വീണ്ടും പറഞ്ഞു ലൽ ആഖിറത്തു എന്നാണല്ലോ പറഞ്ഞത്. തീർച്ചയായും അവസാനത്തേത് നന്മയായിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ല സൗഫ, തീർച്ചയായും പിന്നീട് യുഅ്തീക, നിനക്ക് നൽകും, റബ്ബുക ഫതർള, അപ്പോൾ നിനക്ക് തൃപ്തി വരും. അപ്പോൾ അള്ളാഹു നമുക്ക് പിന്നീട് നൽകും. അങ്ങനെ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാത്തിരിക്കണം, പ്രതീക്ഷിച്ചിരിക്കുക. അള്ളാഹു ഇനി നൽകും നൽകും നൽകും. അപ്പം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? സാഹചര്യങ്ങൾ ഒരുക്കണം, പഠനങ്ങൾ നടത്തണം, അതിനു വേണ്ടിയുള്ള സ്വരുക്കൂട്ടുകൾ നടത്തണം. അങ്ങനെ സ്വരുക്കൂട്ടലും ഒരുക്കങ്ങളും നടത്തി വരുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? അതിനുവേണ്ടി അതിൻ്റെ റിസൾട്ട് തരും. എന്നിട്ട് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിഞ്ഞ കാലങ്ങൾ എടുത്തുദ്ധരിക്കുകയാണ്. അതിലൊന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കിയത്. അലം യജിദ്ക യതീമൻ. വജദ കണ്ടു, യജിദ് കണ്ടു, കാണുന്നു. അലം യജിദ്ക, അവൻ നിന്നെ കണ്ടില്ലയോ, യതീമൻ, അനാഥനായി, ആവ, അഭയം നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, താങ്കൾ ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരിച്ചുപോയല്ലോ. 2 മാസം മുമ്പ്, നബി ജനിക്കുന്നതിന് 2 മാസം മുമ്പ് പിതാവ് മരിച്ചുപോയി. അപ്പോൾ മണ്ണിലേക്ക് ജനിക്കുമ്പോൾ തന്നെ അനാഥനായിട്ടാണ് ജനിക്കുന്നത്. 6 വയസ്സ് കഴിഞ്ഞപ്പോൾ നബിയുടെ ഉമ്മയും മരിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഉമ്മയും വാപ്പയും ഇല്ലാതെ അനാഥനായ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവില്ലായിരുന്നപ്പോൾ മൂത്താപ്പ നോക്കി. പിതാവും മാതാവും ഇല്ലാതെ പിന്നെ മൂത്താപ്പയും മരിച്ചുപോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വല്യപ്പ മരിച്ചു. വല്യപ്പ മരിച്ചപ്പോൾ മൂത്താപ്പ നോക്കി. അപ്പയുടെ വാപ്പ മരിച്ചപ്പോൾ മൂത്താപ്പ നോക്കി. അതേപോലെ അദ്ദേഹത്തിന് സാമ്പത്തികമായ പരാധീനത ഉണ്ടായിരുന്നപ്പോൾ അത് അടുത്ത ആയത്തിലേക്ക് വരികയാണ്. അപ്പോൾ യതീമായിരുന്ന അവസ്ഥയിൽ സനാഥനായി മാറി. അനാഥനായിരുന്ന അവസ്ഥയിൽ നിന്നും സനാഥനായി മാറി. എങ്ങനെയാണ്? അത് അള്ളാഹുവിൻ്റെ പരിചരണം കൊണ്ടാണ്, പരിഗണന കൊണ്ടാണ്. അലം യജിദ്ക യതീമൻ ഫആവ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ്. എനിക്ക് ആരും സംരക്ഷിക്കാനില്ലായിരുന്നപ്പോൾ, എന്നെ ആരും നോക്കാൻ ആരുമില്ലായിരുന്നപ്പോൾ, എന്നെ പരിഗണിക്കാൻ ആരുമില്ലായിരുന്നപ്പോൾ എന്നെ പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അതിനിയും ഉണ്ടാകും. ഇനിയുമുള്ള അവസ്ഥകൾ മാറി മറിഞ്ഞു വരാം. അപ്പോൾ അങ്ങനെ ഖുർആൻ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നീട് നമ്മളുടനെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. ഓപ്പോയിൽ കയറിയത് ആരാന്ന് പറഞ്ഞത്? സുൽഫിക്കറാണ് ഓപ്പോയിൽ കയറിയത്. പക്ഷേ സുൽഫിക്കർ
ബാദുഷയുടെ കൂടെ നീ ഇരിക്കാന്നല്ലേ പറഞ്ഞത്? അല്ല, എന്റെ ഓക്കെ ആയി. ഇപ്പോഴൊക്കെ ആയോ? ഞാൻ ഇപ്പൊ ഡൗൺലോഡ് ചെയ്തു. പിന്നെ ഒരാള് അൺനോൺ കാണിച്ചില്ല, അയാൾ പോയോ? ഇമ്രാൻ മുഹമ്മദ് ആരാണ്? ഇമ്രാൻ ആരാ? ഫഹീം. ആ, ഫഹീമിന്റെ ആണ്. ഓക്കെ 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 ഫഹീം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ വേദിയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മെ ഒരുമിച്ച് കൂട്ടിയ അള്ളാഹു, ഒരേ ലക്ഷ്യത്തിൽ ഒരുമിച്ച് കൂട്ടിയ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ ഖുർആന് വേണ്ടിയുള്ള പഠനവും ചിന്തയും മനനവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതനുസരിച്ചുള്ള ജീവിതവും മുഖേന നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന ആ കിരീടം അത് അള്ളാഹു നൽകുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യുന്ന തമ്പുരാനെ, ഞങ്ങൾക്ക് എപ്പോഴും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് ഞങ്ങൾ നീ നയിക്കണം തമ്പുരാനെ. ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള മാരക രോഗങ്ങളിൽ നിന്നും, പക്ഷിപ്പനിയായിരുന്നാലും അതേപോലെ കോവിഡ് ആയിരുന്നാലും മറ്റ് മാരക രോഗങ്ങളും നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുന്ന തമ്പുരാനെ. അതേപോലെ മാരകമായി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന അനാശാസ്യ പ്രവണതകളിൽ നിന്നും, അധാർമികതയിൽ നിന്നും, ധർമ്മ മൂല്യ ശോഷണത്തിൽ നിന്നും, ധർമ്മച്യുതിയിൽ നിന്നും, അരാജകത്വത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങൾ ജീവിക്കുന്ന ലോകത്തെയും നീ രക്ഷപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ അധിവസിക്കുന്ന രാജ്യത്ത് സത്യവും ധർമ്മവും നീതിയും അനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു വിഭാഗത്തെ ഭരണ തലവന്മാരായി നീ നൽകണം തമ്പുരാനെ. ന്യായാധിപന്മാരെ സത്യവും നീതിയും ന്യായവും യഥാവിധി ന്യായം അനുസരിച്ച് വിധി കൽപ്പിക്കുന്ന ന്യായാധിപന്മാരെ ഞങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ. പൂർവോപരി മുസ്ലിം സമൂഹത്തിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന തമ്പുരാനെ. പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കാനും ഒത്തൊരുമയോട് പ്രവർത്തിക്കാനും മുസ്ലിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മുസ്ലിങ്ങളുടെ ശത്രുക്കളെ യുക്തിപൂർവ്വം നേരിടാനുള്ള ഹിക്മത്ത് അവർക്ക് നീ നൽകണം തമ്പുരാനെ. ഐക്യം അവർക്ക് നീ പ്രദാനം ചെയ്യണം തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته.